അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കപ്പെടാറുള്ള ഒട്ടനവധി വിമർശനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു വിമർശനമാണ് പരിശുദ്ധമായ ഇസ്ലാം പ്രബോധനം ചെയ്തത് വാളുകൊണ്ടാണെന്ന്. ഒരിക്കലും നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൻ്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം നമുക്ക് കാണാനും സാധ്യമല്ല. എന്നാൽ അതേസമയം പരിശുദ്ധമായ ഇസ്ലാമിൽ പ്രതിരോധത്തിന് വേണ്ടി ഒട്ടനവധി രണഭൂമികളിൽ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബികൾക്കും ഒക്കെ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ബദറും ഉഹദും ഖന്തക്കും ഖൈബറും ഒക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇതെല്ലാം പ്രതിരോധത്തിന് വേണ്ടിയുണ്ടായ യുദ്ധങ്ങളായിരുന്നു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് അവരൊക്കെ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ അവരോട് ഒരു പ്രതിരോധം എന്ന നിലക്ക് ചെയ്ത യുദ്ധങ്ങളാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ യുദ്ധചരിത്രങ്ങൾ. നമുക്കറിയാം, ഏതൊരു യുദ്ധത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും അങ്ങനെയുള്ള ഒരു പ്രതിരോധത്തിൻ്റെ ചരിത്രമാണ് നമുക്ക് അവിടെയൊക്കെ കാണാൻ കഴിയുക. പ്രത്യേകിച്ച് വിശുദ്ധമായ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് ശത്രുവിൻ്റെ അസഹ്യമായ അക്രമങ്ങളിലും അവരുടെ പ്രയാസപ്പെടുത്തലുകളിലുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത് 70 തവണ ക്ഷമിക്കണം എന്നുള്ളത്. 70 തവണയാണ് ക്ഷമിക്കാൻ വേണ്ടി അള്ളാഹു ഖുർആനിലൂടെ ആവശ്യപ്പെട്ടത്. അതിൻ്റെ ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള യുദ്ധഭൂമികളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും പോയ ചരിത്രം നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വാസ്തവവിരുദ്ധമാണ് എന്ന് നമുക്ക് യഥാർത്ഥ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.